തൃശൂർ കോർപ്പറേഷനിലെ ഇത്തവണത്തെ ഭരണം അത്ഭുതങ്ങളിലൊന്നായി വിശേഷിപ്പിക്കാം. 2000-ൽ രൂപീകൃതമായ തൃശൂർ കോർപ്പറേഷനിൽ 2015 വരെ ഭരണം മാറി മാറി വന്നു. 2020-ൽ ഇത് മാറി. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് വിജയിച്ച MK വർഗീസിനെ മേയറാക്കി ഭരണം നടത്തിയത് LDF ആണ്. അങ്ങനെ കേരളത്തിൽ അതിവേഗം മാറുന്ന രാഷ്ട്രീയ സാഹചര്യമുള്ള തൃശൂരിനെ കുറിച്ചാണ് ഇത്തവണ പോൾപോട്ട്. തൃശൂർ കോർപ്പറേഷനിലെ ഭരണം 5 വർഷം പൂർത്തിയാക്കിയത് മഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. MK വർഗീസ് എന്ന മേയർ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിന്റെ വിമതനാണ്. അതോടൊപ്പം മേയറാക്കിയ LDFന്റെ വിമർശകനുമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയെ തരം കിട്ടിയപ്പോഴൊക്കെ പുകഴ്ത്തുകയും ചെയ്തു. ഏതായാലും 5 വർഷം മേയറായിരുന്ന MK വർഗീസ് ആർക്കുവേണ്ടിയും വോട്ട് ചോദിക്കാത്ത തെരഞ്ഞെടുപ്പാണ് പുരോഗമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പാണ് ആ മാറി നിൽക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. 6 മാസത്തിനുള്ളിൽ ഏതു പാർട്ടിക്ക് വേണ്ടിയായിരിക്കും മത്സരിക്കുക എന്ന കാര്യത്തിൽ പോലും MK വർഗീസ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. തൃശൂർ കടന്നുപോയത് അസാധാരണമായ സാഹചര്യങ്ങളിലൂടെയായിരുന്നു. സാധാരണ 5 ആണ്ട് കൂടുമ്പോൾ ഭരണമാറ്റമായിരുന്നു തൃശൂർ കോർപ്പറേഷൻ പതിവ്. 2000-ൽ രൂപീകരിക്കപ്പെട്ട കോർപ്പറേഷൻ 2005 വരെ കോൺഗ്രസ് ഭരിച്ചു. 2005 മുതൽ LDFനായി ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു മേയറായി. 2010-ൽ വീണ്ടും കോൺഗ്രസ് എത്തി. 2015-ൽ CPIM അധികാരത്തിൽ. 2020-ൽ UDF വിമതനായ MK വർഗീസിനെ മേയറാക്കി വീണ്ടും LDF ഭരണം വന്നതോടെയാണ് ഈ ചക്രക്രമം തെറ്റിയത്. തൃശൂർ കോർപ്പറേഷനിൽ വരുന്ന തൃശൂർ നിയമസഭ 2015-ൽ ചെമ്പുകാവ്, കന്നംകുളങ്ങര, കോട്ടപ്പുറം, കുട്ടൻകുളങ്ങര, പൂങ്കുന്നം, തേക്കിൻകാട് ഡിവിഷനുകൾ. 2020-ൽ പൂങ്കുന്നം, പാട്ടുരായ്ക്കൽ, തേക്കിൻകാട്, കോട്ടപ്പുറം, കോക്കാല, അയ്യന്തോൾ എന്നിവ. 2015-ൽ കിട്ടിയ തേക്കിൻകാടും കോട്ടപ്പുറവും പൂങ്കുന്നവും മാത്രമാണ് നിലനിർത്താൻ കഴിഞ്ഞത്. മറ്റു ഡിവിഷനുകൾ തോൽക്കുകയും പുതിയ 3 ഡിവിഷനുകളിൽ ജയിക്കുകയുമാണ് ചെയ്തത്. അവിടെ നിന്നാണ് BJP അവകാശപ്പെടുന്നത് പോലെ ഭരണത്തിലേക്ക് വരേണ്ടത്. ഇത്തവണയെങ്കിലും കോർപ്പറേഷൻ പിടിച്ചില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന സ്ഥിതിയാണ് UDFന്. LDFന് ഭരണം കിട്ടിയാൽ തുടർച്ചയായ 3-ാം വട്ടം എന്ന റെക്കോർഡ് സ്വന്തമാവുകയും ചെയ്യും.